കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നുവെന്ന പരാതി വ്യാജം. പരാതിക്കാരനായ ആനക്കുഴിക്കര സ്വദേശി റെയ്സ് ഉൾപ്പെടെ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ബുധനാഴ്ചയാണ് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് പണം മോഷണം പോയെന്ന പരാതി നൽകിയത്. നമ്മളിപ്പോൾ പ്രതികളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പരാതിക്കാരൻ ഉൾപ്പെടെ 2 പേർ പിടിയിലായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ആശംസ് നമുക്കൊപ്പം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ആശംസ്, ഈ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ മോഷണം പോയി എന്നുള്ളതായിരുന്നു റെയ്സിന്റെ പരാതി. അപ്പോൾ ഇത് വ്യാജമാണെന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്? അരുതി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് മാവൂരിനടുത്തുള്ള പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർച്ച ചെയ്തെന്ന പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. കാറിന്റെ മുൻവശത്തെ ചില്ല് അടിച്ചു തകർത്തായിരുന്നു ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ 40 ലക്ഷം രൂപ കവർച്ച ചെയ്തത്. ഇതിനുശേഷം പരാതിക്കാരനായ റഹീസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയുണ്ടായി. ആ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ചില സംശയങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉടലെടുക്കുന്നത്. അതായത് ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചോ ഈ പണം എങ്ങനെ ഈ കാറിൽ എത്തിയത് എന്നതിനെ സംബന്ധിച്ചോ കൃത്യമായ വിവരങ്ങൾ ഇയാൾ പോലീസിന് നൽകിയിരുന്നില്ല. അതിനുശേഷം പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ടംഗ സംഘം ഒരു ബൈക്കിൽ ഒരു സ്കൂട്ടറിൽ ഈ പണവുമായി കടന്നു കളയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റഹീസിന് ഉൾപ്പെടെ ഈ മോഷണത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായത്. എന്തായാലും 3 പേർ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി നൽകിയത് റെയ്സ്? അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമായിട്ടുണ്ട്. എന്തായാലും കള്ളപ്പണമാണോ എന്നത് സംബന്ധിച്ച ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ എന്തിനാണ് ഇങ്ങനെയൊരു കവർച്ചാ നാടകം ഇവർ നടത്തിയത് എന്നത് സംബന്ധിച്ച വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ACP A ഉമേഷ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് ഇത്തരം വിവരങ്ങൾ നൽകിയത്. കുറെ കാര്യങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം എന്തിനിങ്ങനെ ഒരു വ്യാജ പരാതി നൽകിയ അന്വേഷണ പോലീസിൽ പരാതി നൽകിയെന്ന് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.